ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കുറച്ച് ബേസിക് ആയ സെന്റൻസസ് നോക്കിയാലോ. അപ്പം നമ്മൾ കുറേ ആയി സെന്റൻസസ് പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതായിട്ടുള്ള നമ്മുടെ മലയാളത്തിൽ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതായിട്ടുള്ള കുറച്ച് സെന്റൻസസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഒന്ന് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള സെന്റൻസസ് ആട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് നോക്കാം. അപ്പൊ ഇതാ ബോർഡിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസസ് ഒന്ന് നോക്കി. ഒന്നും കൊറിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് അല്ല, ഒക്കെ എന്താണ് നമ്മൾ മിക്കപ്പോഴും നമ്മളെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള സെന്റൻസസ് ആട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ്, നിനക്ക് അറിയില്ലെന്ന് നടിക്കരുത്. ഇത് നമ്മൾ പറയാറില്ലേ, നമുക്ക് അറിയില്ല എന്ന് നീ നടിക്കരുത് കേട്ടോ, നീ അറിയില്ല എന്നുള്ള ആ ഒരു ഭാവം കാണിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ ഇതെങ്ങനെ പറയാം? നിനക്ക് അറിയില്ലെന്ന് നടിക്കരുത്, അരുത് എന്നാണ് അല്ലേ. അപ്പൊ അരുത് എന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം? ഡോണ്ട് എന്നാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ പറയാം, ഡോണ്ട് നടിക്കുക. എന്താണ് ഇംഗ്ലീഷിൽ? പ്രിറ്റൻഡ് എന്നാണ് പറയാം കേട്ടോ. ഡോണ്ട് പ്രിറ്റൻഡ് യു ഡോണ്ട് നോ. നിനക്ക് അറിയില്ല എന്ന് നടിക്കരുത് അല്ലെ. യു ഡോണ്ട് നോ, നിനക്ക് അറിയില്ല. അപ്പൊ ഡോണ്ട് പ്രിറ്റൻഡ് യു ഡോണ്ട് നോ എന്ന് വെച്ചാല് നിനക്ക് അറിയില്ല എന്ന് നീ നടിക്കരുത് എന്നായിട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് പഠിച്ചല്ലോ. ഡോണ്ട് പ്രിറ്റൻഡ് യു ഡോണ്ട് നോ, നിനക്ക് അറിയില്ല എന്ന് നടിക്കരുത്. അവന്റെ ഉത്തരത്തിൽ ഞാൻ സംതൃപ്തയല്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ഇത് നമ്മൾ പറയാറുണ്ട്, അവന്റെ ഉത്തരത്തിൽ ഞാൻ സംതൃപ്തിയല്ല, അല്ലെങ്കിൽ അവന്റെ അഭിപ്രായത്തിൽ ഞാൻ സംതൃപ്തിയല്ല. അപ്പൊ സംതൃപ്തിയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്താണ്? സാറ്റിസ്ഫൈ എന്നാൽ അപ്പൊ സാറ്റിസ്ഫൈഡ്. ഞാൻ സംതൃപ്തയല്ല. എങ്ങനെ പറയാം? ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. ഞാൻ സംതൃപ്തയല്ല. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ആൻസർ. അവന്റെ ഉത്തരത്തിൽ. വിത്ത് ഹിസ് ആൻസർ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് ആൻസർ. അപ്പൊ അതും പഠിച്ചു. ഇനി എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ഇതെങ്ങനെ പറയാം? എവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഇതിങ്ങനെ നടക്കൂല, എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ എന്തോ കുഴപ്പമുണ്ട്. സംതിങ് ഈസ് റോങ്. സംതിങ് ഈസ് റോങ്. എന്തോ ഒരു കുഴപ്പമുണ്ട്. എവിടെയോ അല്ലെ. എവിടെയോ എന്നുള്ളതിന് നമുക്ക് സംവർ എന്ന് ഉപയോഗിക്കാം കേട്ടോ. എവിടെയോ, സംവർ. അപ്പോൾ സംതിങ് ഈസ് റോങ് സംവർ. എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. സംതിങ് ഈസ് റോങ് സംവർ. അപ്പൊ ഇതാ അടുത്തത് നോക്കിയേ. അവളെ കണ്ടിട്ട് അവൾ കരയാൻ പോകുന്ന പോലെ തോന്നുന്നു. അവളെ കണ്ടിട്ട് അവൾ ഇതാ കരയാൻ പോകുന്ന പോലെ തോന്നുന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം? ഷീ ലുക്സ് അല്ലെ. അവളെ അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഷീ ലുക്സ് എന്ന് പറയാം കേട്ടോ. ഷീ ലുക്സ്. എങ്ങനെയാണ് തോന്നുന്നത്? പോലെ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ആസ് എന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഷീ ലുക്സ് ആസ് ഷീ ഗോയിങ് ടു ക്രൈ. ആസ് ഷീ ഗോയിങ് ടു ക്രൈ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഷീ ലുക്സ് ആസ് ഷീ ഗോയിങ് ടു ക്രൈ. ക്രൈ. ഓക്കെ, അപ്പൊ ആസ് എന്ന് വെച്ചാൽ പോലെ. അപ്പൊ ഷീ ലുക്സ് ആസ് ഷീ ഗോയിങ് ടു ക്രൈ. അവളെ കണ്ടിട്ട് അവള് കരയാൻ പോകുന്ന പോലെ തോന്നുന്നു. നെക്സ്റ്റ്, അതെന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. ഇത് നമ്മൾ പറയാറില്ലേ, അതെന്റെ നാവിന്റെ തുമ്പത്തുണ്ട്, പക്ഷെ എനിക്കിട്ട് പറയാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരുന്നില്ല നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതെന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. പറഞ്ഞോക്കാം. ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. ടിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? അറ്റം അല്ലെ, തുമ്പ് എന്നാട്ടോ. അപ്പൊ ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. It's അപ്പൊ എന്താണ്? ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. ഇനി ഞാൻ അത് ചെയ്തതേ ഉള്ളൂ. ഞാനത് എപ്പോഴും ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ പറയാറുണ്ടല്ലോ. ഞാനത് ചെയ്തതേ ഉള്ളൂ. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാവ് ജസ്റ്റ് ഡൺ ഇറ്റ്. ഐ ഹാവ് ജസ്റ്റ് ഡൺ ഇറ്റ്. ഞാനത് ചെയ്തതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ഡൺ ഇറ്റ്. ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളൂ. ഐ ഹാവ് ജസ്റ്റ് ഡൺ ഇറ്റ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ, തൊട്ട് മുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാ നെക്സ്റ്റ്. അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ആദ്യം എന്താണ്? എനിക്കറിയില്ല. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ അല്ലെ, എല്ലാവർക്കും അറിയാം. ഐ ഡോണ്ട് നോ. ഇനി എവിടെ? വേർ അല്ലെ. എവിടെയാണ് അവള് വർക്ക് ചെയ്യുന്നതെന്നല്ലേ. ഐ ഡോണ്ട് നോ വേർ ഷീ
വർക്ക്സ് എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ ഡോണ്ട് നോ വേർ ഷീ വർക്ക്സ്. അവൾ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ വെർബിനെ എന്താണ് എസ് ഫോമിലാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഷീ വർക്ക്സ്. ഐ ഡോണ്ട് നോ വേർ ഷീ വർക്ക്സ്. ഓക്കെ. നെക്സ്റ്റ്, ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവൻ കരുതുന്നത്. ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമില്ല എന്നാണ് അവൻ കരുതുന്നത്. ഇത് നമുക്ക് എങ്ങനെ പറയാം? അവൻ കരുതുന്നത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്ന് വെച്ചാൽ അവന്റെ ആ ഒരു ചിന്ത അല്ലെ. അപ്പം ഹി തിങ്സ്. അവൻ ചിന്തിക്കുന്നു. ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഹി തിങ്സ് we don't want to go. We don't want to go. He thinks we don't want to go. He thinks we don't want to go. അയാൾ ചിന്തിക്കുന്നത് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. He thinks we don't want to go. The next, നീ അവനോട് പറയേണ്ടതില്ല. നീ അവനോട് പറയേണ്ടതില്ല. ഇത് നമുക്ക് എങ്ങനെ പറയാം? യു ഡോണ്ട് ഹാവ് ടു. നീ ചെയ്യേണ്ടതില്ല എന്ന് പറയാനായിട്ട് നമ്മൾ യു ഡോണ്ട് ഹാവ് ടു ഒരുപാട് തവണ പഠിച്ചതാണ്. യു ഡോണ്ട് ഹാവ് ടു, നീ അങ്ങനെ ചെയ്യേണ്ടതില്ല. അപ്പൊ യു ഡോണ്ട് ഹാവ് ടു ടെൽ, നീ അങ്ങനെ പറയേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം, അവനോട്. യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം, നീ അവനോട് പറയേണ്ടതില്ല. ഇന്ന് കടകൾ തുറന്നിട്ടില്ല. എങ്ങനെ പറയാം നമുക്ക്? the shops are not open today. The shops are not open today. ഇന്ന് കടകൾ തുറന്നിട്ടില്ല. The shops are not open today. നിനക്ക് ആ ആളുകളെ അറിയാമോ? ആളുകൾ എന്ന് വെച്ചാൽ ജനങ്ങൾ കേട്ടോ. അപ്പൊ നിനക്ക് ആ ആളുകളെ അറിയാമോ? എങ്ങനെ പറയാം? ഡു യു നോ, നിനക്കറിയാമോ ആ ആളുകളെ? those people. Do you know those people? നിനക്ക് ആ ആളുകളെ അറിയാമോ? ആ ജനങ്ങളെ അറിയാമോ? അപ്പൊ ഇതാ നെക്സ്റ്റ്, ഞാൻ ഈ പരിപാടിയുടെ ഒരു ഭാഗമായിക്കോട്ടെ. നമ്മൾ പറയാറുണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഒരു ഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഈ മീറ്റിങ്ങിന്റെ ഒരു ഭാഗമായിക്കോട്ടെ, ഞാൻ ഈ പരിപാടിയുടെ ഭാഗമായിക്കോട്ടെ. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ആയിക്കോട്ടെ, എനിക്കാകാൻ പറ്റോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ക്യാൻ എന്ന് യൂസ് ചെയ്തിട്ട് ചോദിക്കാം അല്ലെ. അപ്പൊ ക്യാൻ ഐ, എനിക്ക് പറ്റോ? ക്യാൻ ഐ ബി. ഓക്കെ, അപ്പൊ ക്യാൻ ഐ ബി എ പാർട്ട്, എനിക്കൊരു പാർട്ട് ആവാൻ പറ്റോ? ക്യാൻ ഐ ബി എ പാർട്ട് of this program? Can I be a part of this program? Can I be a part of this meeting? Can I be a part of this discussion? Can I be a part of this interview? എന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. എങ്ങനെ നമുക്ക് പറയാം? നടക്കുകയാണ്, അതായത് കണ്ടിന്യൂസ് ഫോമാണ്. ഇപ്പം നടക്കുകയാണെന്നാണ് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? I am walking to my house. I am walking to my home. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഞാൻ നിന്നെ ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണിച്ചോട്ടെ. ഇതെങ്ങനെ പറയാം? ഞാൻ നിന്നെ ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണിച്ചോട്ടെ. ഇതിന്റെ പരിസരവും ഇതിന്റെ ചുറ്റുപാടും കോമ്പൗണ്ടും ഒക്കെ ഒന്ന് കാണിച്ചു തന്നോട്ടെ. ഇതെങ്ങനെ പറയാം? അപ്പൊ ചെയ്തോട്ടെ എന്നാണ്. സോ ഷാലൈ വെച്ചിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ. ഷാലൈ കാണിച്ചോട്ടെ എന്നല്ല. അപ്പൊ ഷാലൈ ഷോ, ഞാനൊന്ന് കാണിച്ചോട്ടെ. ഷാലൈ ഷോ യു അറൗണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ കേട്ടോ. shall I show you around? ഞാൻ തന്നെ ഇതിന്റെ ചുറ്റും ഒന്ന് കാണിച്ചോട്ടെ. shall I show you around? ഓക്കെ, ഇനി നമ്മൾ ഇതിനെങ്ങനെ ചോദിക്കാണ്? എനിക്ക് ഇതിന്റെ എന്താണ് ചുറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എങ്ങനെ നമുക്ക് ചോദിക്കാം? അല്ലെങ്കിൽ തരാൻ പറ്റോ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം? ക്യാൻ യു വെച്ചിട്ട് ചോദിക്കാം അല്ലെ. ക്യാൻ യു ഷോ മീ അറൗണ്ട്? ക്യാൻ യു ഷോ മീ അറൗണ്ട്? എന്നെ ഈ ചുറ്റുപാടും ഒന്ന് കാണിച്ചു തരാമോ? ക്യാൻ യു ഷോ മീ അറൗണ്ട്? അപ്പൊ ഇതാ നെക്സ്റ്റ്, ഗീതുവും അർജുനും നല്ല സുഹൃത്തുക്കളാണ്. ഗീതുവും അർജുനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? ഗീതു ആൻഡ് അർജുൻ അല്ലെ. ആൻഡ് അർജുൻ, ഗീതുവും അർജുനും എന്നായി. ഇനി നല്ല സുഹൃത്തുക്കളാണ്. ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, ആർ ഗുഡ് ഫ്രണ്ട്സ്. ഗീതു ആൻഡ് അർജുൻ ആർ ഗുഡ് ഫ്രണ്ട്സ്. അവരുടെ മുറി എപ്പോഴും അലങ്കോലമാണ് എന്ന് വെച്ചാൽ ഒരു വൃത്തിയില്ലാണ്ട് അടുക്കും ചിട്ടയില്ലാതെ കിടക്കാണ്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് പറയാം? അവളുടെ മുറി, ഹർ റൂം ഈസ് ഓൾവേസ് അലങ്കോലമാണ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമുക്ക് മെസ്സി എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. മെസ്സി. ഹർ റൂം ഈസ് ഓൾവേസ് മെസ്സി. അവളുടെ റൂം എപ്പോഴും ഇങ്ങനെ എന്താണ് അലങ്കോലായിട്ടാണ് കിടക്കുന്നത്. ഹർ റൂം ഈസ് ഓൾവേസ് മെസ്സി.
ഞാൻ കുറച്ച് അധികം ഉറങ്ങിപ്പോയി. ഇതെങ്ങനെ പറയാം? അധികം ഉറങ്ങാന്ന് വെച്ചാല് കുറച്ച് ഓവറായിട്ടോട്ട് ഉറങ്ങിപ്പോയി. എങ്ങനെ പറയാം? ഐ ഓവർ സ്ലപ്റ്റ്. ഓക്കെ. ഐ ഓവർ സ്ലപ്റ്റ്. സ്ലീപ്പ് എന്നാൽ ഉറങ്ങുക. അതിന്റെ പാസ്റ്റ് ഫോമാണ് സ്ലപ്റ്റ്. അപ്പൊ ഐ ഓവർ സ്ലപ്റ്റ്. ഞാൻ കുറച്ച് അധികം ഉറങ്ങിപ്പോയി. ഐ ഓവർ സ്ലപ്റ്റ്. ലാസ്റ്റ് 3 സെന്റൻസും കൂടെ അടുത്ത് വന്ന് നോക്കൂ. ഇവിടെ അടുത്ത് വന്ന് നോക്കാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? വരിക, കം അടുത്തേക്ക്, ക്ലോസർ, കം ക്ലോസർ and see. Come closer and see. Come closer and see. അടുത്ത് വന്ന് നോക്ക്. അത് എനിക്ക് സൗകര്യപ്രദമാണ്. ഇങ്ങനെ പറയാം. It's convenient for me. It's convenient for me. അതെനിക്ക് സൗകര്യപ്രദമാണ്. It's convenient for me. നാളെ ഇതേ സമയം കാണാം. ഇതെങ്ങനെ നമുക്ക് പറയാം? നാളെ ഇതേ സമയം കാണാം. See the same time tomorrow. See at the same time tomorrow. See at the same time tomorrow. നാളെ അതേ സമയം കാണാം. അപ്പോൾ ഇതാ നമ്മളൊരു 10-20 സെന്റൻസ് 20-25 സെന്റൻസോളം നമ്മളിന്ന് ഇന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒക്കെ നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന സെന്റൻസ് തന്നെയാണ്. എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് അവസരം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പഠിച്ച സെന്റൻസുകളൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പോസിറ്റീവോ നെഗറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. See you at the same time tomorrow. Thank you.